കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ കഥ പറയാൻ പോവുകയാണ്. അതായത് ഞാൻ എങ്ങനെയാണ് ഒരു നാടൻ മാവ് സ്നേഹിയായത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അതിന് ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരു മാമ്പഴ സ്നേഹിയോ ഒരു മാവ് സ്നേഹിയോ ആയതല്ല. മാമ്പഴ സ്നേഹികൾ ധാരാളം കാണാം. പക്ഷേ ഒരു മാവിനെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു മാവിനെ തപ്പിയിറങ്ങാനായിട്ടുള്ള കാരണങ്ങൾ, അതിന് പിന്നിൽ കുറേ പ്രചോദനങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ പ്രചോദനം എന്ന് പറയുന്നത് എനിക്ക് പലരും നൽകുന്ന ഒരു സപ്പോർട്ടാണ്. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധത ഉണ്ടെന്ന് കണ്ടിട്ട് പലരും എനിക്ക് നൽകുന്ന ഒരു പിന്തുണ, അതാണ് സത്യത്തിൽ എന്നെ ഒരു മാമ്പഴ സ്നേഹിയാക്കി മാറ്റിയത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സൈലൻ്റ് എങ്ങനെയാണ് ഇതായിത്തീർന്നത്? അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന്. അതിൻ്റെ ഒപ്പം ഞാൻ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് മാങ്ങകൾ, അതായത് ഏറ്റവും നല്ല മാങ്ങകളുടെ വിവരണങ്ങൾ. അതായത് 2019 മുതലാണ് ഞാൻ നല്ലൊരു മാമ്പഴ വേട്ടക്കാരനായിട്ട് ഇറങ്ങുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്. കാരണം എന്താണെന്നറിയില്ല, എൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംഭവമാണ് ഈ മാവ് എന്ന് പറഞ്ഞ സംഭവം. കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു വൃക്ഷം 9 മക്കൾക്ക് തുല്യമാണെന്ന് പറയാറുണ്ട്. മാവ് എന്നത് ഒരു പുണ്യവൃക്ഷമാണെന്നും പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും ഫലം തരുന്ന ഒരു മരത്തിനെ നട്ടു വളർത്തി കഴിഞ്ഞാൽ എനിക്കൊരു 9 മക്കളായല്ലോ എന്നുള്ള ചിന്ത എനിക്ക് പണ്ട് മുതൽ വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവം നടക്കുകയാണ്. അതായത് ഞാൻ ആദ്യമായിട്ട്, അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ, ഞാൻ കഴിച്ച മാമ്പഴം തൊലികയപ്പ മാമ്പഴമാണ്. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തറവാട്ടിൽ ഒരു വലിയൊരു തൊലികയപ്പൻ മാങ്ങയുണ്ടായിരുന്നു. തൊലികയപ്പനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയണമെന്നില്ല. അത് തൃശ്ശൂർ, അങ്കമാലി, എറണാകുളത്തിന് അങ്കമാലി, ആലുവ, പിന്നെ ചാലക്കുടിയിൽ തന്നെ പറയുന്ന പേര് കോമാങ്ങ എന്നാണ്. കോമാങ്ങ ശരിയായ കോമാങ്ങ തൊലികയപ്പനല്ല, പക്ഷേ ആ ഒരു ഭാഗത്ത് മാത്രം തൊലികയപ്പന അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ തീരദേശ ഭാഗങ്ങളിൽ തൊലികയപ്പനെ കപ്പൽ മാങ്ങ എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു മാമ്പഴമാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളിയും മധുരം കൂടിയിട്ടുള്ളൊരു മാമ്പഴമാണ്. ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് തൃശ്ശൂർക്കാർക്ക് മീൻകറി മാമ്പഴമാണ്. തൊലിയേപ്പനാണ് സ്റ്റാർ മീൻ കറിയിലിടാനായിട്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും അതിൻ്റെ എന്താ പറയുക കഷ്ണത്തിൻ്റെ രുചിയും ഒക്കെ എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ തൊലിയേപ്പൻ എന്തോരം രുചികരമായിട്ടുള്ള മാമ്പഴമാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇത് ഒരു മീൻകറി മാമ്പഴമായിട്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാർ ഇതിനെ കണ്ടിരുന്നത്. അതായത് ചില സമയത്ത് 150-200 രൂപ വരെ തൊലിയേപ്പന് വില വരുന്ന സമയങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഇത് നിർബന്ധമാണ്. ഈ ക്രിസ്ത്യൻ വീടുകളിൽ തൊലിയപ്പം മാമ്പഴം ഇട്ടുള്ള മീൻകറി തന്നെ വെക്കണം എന്നൊരു നിർബന്ധമുള്ള കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൊലിയപ്പിന് അത്രയും ഡിമാൻഡാണ്. ആ ഒരു മാമ്പഴമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം ഞാൻ കഴിച്ചത്. പിന്നീട് ഞാൻ എൻ്റെ തൊട്ട വീട്ടിലൊരു കുഴമ്പ് മാവ് ഉണ്ടായിരുന്നു. ആ മാവിൻ്റെ വലിപ്പം ഇന്ന് കാണുന്ന കുഴമ്പ് മാവിൻ്റെ വലിപ്പമല്ലായിരുന്നു. ഒരു നാട്ടുമാവ് പോലെ, ഏകദേശം വലിയ നാട്ടുമാവല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞാൻ ഇത്രയും വലിപ്പമുള്ളൊരു കുഴമ്പ് മാവ് എൻ്റെ ജീവിതത്തിൽ പിന്നെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും പ്രായമുള്ളൊരു കുഴമ്പ് മാവ് ഉണ്ടായിരുന്നു. അത് മുറിച്ച് മാറ്റപ്പെട്ടു പോയി. ഈ തൊലിയേപ്പനും കാലക്രമേണ മുറിച്ച് മാറ്റപ്പെട്ടു പോയി. ഇപ്പോൾ എൻ്റെ പരിസരത്ത് ഒരു 1-2 തൊലിപ്പമാവ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഉണ്ട്. അതേപോലെ ഈ എന്താ പറയുക, ഈ കുളമ്പും മാവും മുറിച്ച് പോയി. പക്ഷേ ഇതൊന്നുമല്ല എന്നെ നാടന്മാവ് സ്നേഹിയാക്കി മാറ്റിയത്. എന്നെ നാടന്മാവ് സ്നേഹിയാക്കി മാറ്റിയത് നമ്മളുടെ എന്താ പറയുക, സർക്കാർ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരു മാമ്പഴമാണ്. ഈ സർക്കാരിൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ, അതായത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ, അതായത് ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീടിൻ്റെ പരിസരത്ത് നിന്ന് വിട്ട് ഒരു ചെറിയ യാത്രകൾ. അതായത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു, അതൊക്കെ അത്യാവശ്യം പറമ്പുണ്ടായിരുന്നു തറവാട്ടിൽ. അപ്പോൾ ആ പറമ്പിൻ്റെ ഒരു മിഡിലായിട്ട് ഞങ്ങളുടെ തറവാട് നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്നെ കുറച്ച് ഒരു 100 മീറ്റർ 150 മീറ്റർ, എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല, 50 മീറ്റർ എന്ന് ഉദ്ദേശിച്ചു. 50 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു തൊലിയപ്പമാവ് നിന്നിരുന്നത്, ആ പറമ്പിൽ നിന്ന് കിടന്നിട്ട്. അപ്പോൾ അവിടേക്ക് തൊലിയപ്പനല്ല, സർക്കാർ മാവ്. അപ്പോൾ അവിടേക്ക് ഈ സർക്കാർ മാവ് ആദ്യമായിട്ട് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തൊലിയപ്പിനേക്കാളും സ്വാദുള്ളൊരു മാമ്പഴം. കുളമ്പ് പക്ഷെ നമുക്കധികം കിട്ടാറില്ല. കുളമ്പ് ഭയങ്കര സ്വാദുള്ള മാമ്പഴമാണ്. പക്ഷേ ഈ ഒരു മാമ്പഴം കഴിച്ചതോടുകൂടി ഞാൻ ആകെ സ്റ്റണ്ണായി പോയി.
അത്രയും സ്വാദ്. നമ്മുടെ എന്താ പറയുക, ഈ ഇതുണ്ടല്ലോ വട്ടമാങ്ങ, അതായത് യഥാർത്ഥ കോമാങ്ങയാണ് ഈ സർക്കാർ എന്ന് പറയുന്ന മാങ്ങ. പക്ഷേ കോമാങ്ങേക്കാളും വളരെ സ്വാദിഷ്ടമായ ഒരു മാമ്പഴം എന്ന് വേണം തന്നെ പറയേണ്ടി വരും അത്. കാരണം അതിൻ്റെ ഒരു മധുരം കൂടുതലുണ്ട്, പിന്നെ അതിൻ്റെ തൊലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തൊലി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഈ മാമ്പഴം ഞങ്ങൾക്ക് കിട്ടാറില്ല മീൻസ് വളരെ റെയറായിട്ട്, അതായത് നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ഈ മാങ്ങയുടെ എന്താ പറയുക, മാമ്പഴം മുഴുവൻ പച്ചമാങ്ങയിൽ തന്നെ ഈ പറിക്കുന്ന ആൾക്കാർ, അതായത് ഈ അടങ്ങലെടുക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇത് മുഴുവൻ പറിച്ചുകൊണ്ട് പോകും. അതേപോലെ തന്നെ ഇത് വളരെ കുറച്ചുണ്ടാകുന്ന കൊല്ലങ്ങളിൽ ഇതിൻ്റെ പരിസര പ്രദേശത്ത് 1-2 വീടുകളുണ്ട്. അവർക്ക് മാത്രമായിട്ട് കുത്തക എന്ന് പറയുന്ന ഒരു സംഭവം. വേറെ ഒന്നല്ല, അവിടെ ആ വീട്ടിൽ സ്കൂൾ പൂട്ടലിൻ്റെ സമയത്ത് കുറേ കുട്ടികൾ താമസിക്കാനായിട്ട് വരും. അപ്പോൾ അവരുടെ കുത്തകയാണ്, അവരതിൻ്റെ അടിയിൽ നിന്ന് മാറില്ല. അവരൊക്കെ മല്ലിട്ടിട്ട് വേണം നമുക്കൊരു മാങ്ങ ആ സമയത്ത് അവിടെ നിന്ന് കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് വളർന്നു. അന്ന് കൊതി മാറണില്ല, അത് അത്രയും കിട്ടിയാൽ കൊതി മാറില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നടന്നു വരുമ്പോൾ, ഞാനൊരു +2 ആയിട്ടുണ്ട്. +2 അന്ന് പ്രീ ഡിഗ്രി സമയത്ത്. ആ സമയത്ത് ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരു മാമ്പഴം വന്ന് വീഴുക. അത് എന്നെ നോക്കി പറയാൻ പോലെ തോന്നി, നീ ഇതിനെ കൊണ്ടുപോയി നട്ടിട്ട് നിനക്ക് 2 മാമ്പഴം ഞാൻ തരാം. അങ്ങനെ മനസ്സിലാണ് തോന്നിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മാമ്പഴത്ത് ഞാൻ എടുത്ത് കഴിച്ചു. നല്ല മുതലുള്ള ഒരു സർക്കാർ മാമ്പഴം അത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് അതിൻ്റെ വിത്ത് എടുത്തിട്ട്, അന്ന് പോളിയോബ്രോണിക്കാണോ ഓണയാണോ ഒന്നും അറിയില്ല, അങ്ങനെ ഞാൻ എടുത്തത് നട്ടു. 1-2 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ സർക്കാർ മാവിൻ്റെ താഴത്ത് ഒരു വീട് വന്നു. ആ വീട്ടിൽ ഇത് ഒറ്റക്കൂറ്റം മാവാണ്, അതായത് ഒരു 5 പേരൊക്കെ പിടിക്കാം, അത്രയും വണ്ണുള്ളൊരു മാവാണ്. അപ്പോൾ അത്രയും വണ്ണുള്ള മാവിനെ ആ വീട്ടുകാർ, അതിൻ്റെ ഓരോ തടിക്ക് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഓരോ നാട്ടുമാവിൻ്റെ വണ്ണുണ്ട്, അത്രയും വലിയൊരു മാവാണ്. അപ്പോൾ ഈ ഒരു തടിയും എല്ലാം കണ്ട് പേടിച്ചിട്ട് ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മാവ് മുറിക്കാൻ പറഞ്ഞിട്ട് അന്ന് മുനിസിപ്പാലിറ്റിയിൽ അന്ന് പഞ്ചായത്താണ് ഇവിടെ, പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പഞ്ചായത്തിൽ ഒന്ന് നോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ സാധനം മുറിച്ച്. എല്ലാവർക്കും വിഷമമായിരുന്നു, നാട്ടുകാർക്ക് മുഴുവൻ വിഷമമാണ്. പക്ഷേ അവരുടെ ഭീതി കാരണം അവരും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മാവിനെ അവർ അങ്ങനെ മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാവും, വേറെ എവിടെയും ഇത് മുളച്ചൊന്നും കാണില്ല. അപ്പം എൻ്റെ 2-3 പേര് പറഞ്ഞു, ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ വിത്ത് മാറി വേറെ മാമ്പഴമായിട്ട് വരും, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആകെ ഒരു വിഷമമായി. ഞാൻ ആകെ വിഷമിച്ച് നടക്കുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് ഒരു ഉൾവിളി വരികയാണ്, ഈ മാവ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് യാത്രകളൊന്നും ഇല്ലല്ലോ. അന്നത്തെ യാത്ര എന്ന് പറയുന്നത് മാമൻ്റെ വീട്ടിൽ പോവും, അമ്മായിയുടെ വീട്ടിൽ പോവും, അങ്ങനെയൊക്കെയാണ് യാത്രകൾ. വളരെ കുറച്ച് യാത്രകളുള്ളൂ നമുക്ക്. ഇന്ന് ഒരു 16-18 വയസ്സുകാരൻ എല്ലായിടത്തും ചിലപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാവും. പക്ഷെ അന്ന് 18 വയസ്സുകാരൻ അത്ര യാത്രകളൊന്നും ഇല്ല. നമ്മുടെ കയ്യിൽ കാശില്ല 18 വയസ്സ്, ആരും ചോദിച്ചാൽ തരാനുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ പല യാത്രകളും ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയാണ്, ഈ ചെറിയ യാത്രകൾ ഇത് മാത്രമല്ല, ബസ്സിലിരുന്ന് നോക്കുമ്പോൾ വേറെ മാങ്ങകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, രുചിയൊന്നും അറിയണില്ല. പക്ഷെ എന്നിരുന്നാലും ഭൂമിയിൽ വേറെ ഇനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സർക്കാർ മാവിൻ്റെ സ്വാദുള്ള ഒരു കോഴിക്കുളയും മാങ്ങ എനിക്ക് കിട്ടി. കോഴിക്കുള സർക്കാരിൻ്റെ ഏകദേശം സ്വാദുള്ള ഒരു കോഴിക്കുള. അങ്ങനെ സർക്കാരിൻ്റെ തൊലിയിലെ ആ മൃദുലതയുണ്ട് സർക്കാരിൻ്റെ മാവിന്, ഒരു പ്രത്യേക എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് സർക്കാർ മാവിൻ്റെ മാങ്ങിൻ്റെ, അതൊന്നും ഈ കോഴിക്കുളനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ടേസ്റ്റിൻ്റെ സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, പക്ഷേ ഇല്ല. എന്നാലും ഞാനൊരു കോഴിക്കുളം കൊണ്ടുവരും എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ കൊണ്ട് നട്ടു. അങ്ങനെ ഞാൻ പല മാവുകളും അന്ന് മുതലേ ഓരോ സ്ഥലങ്ങളിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള മാവുകൾ ഓരോരുത്തർ വീട്ടിൽ കൊണ്ട് നട്ട് പിടിപ്പിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. പക്ഷെ സർക്കാരാണ് എന്നെ യഥാർത്ഥ മാവ് സ്നേഹിക്ക് മാറ്റിയതും എന്നെ പല ഭാഗങ്ങളിലേക്ക് എന്നെ തിരയാനായിട്ടുള്ളൊരു മനസ്സുണ്ടാക്കി തന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞിട്ട് സർക്കാർ മാങ്ങ ഉണ്ടായി. ആ ഇത്തൊരു മാങ്ങ ഉണ്ടായി വന്നു. അതിൻ്റെ രൂപം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സർക്കാരിൻ്റെ അതേ ചായയിൽ വന്നിട്ടുണ്ട്.
സർക്കാർ മാവിൻ്റെ ഈ സർക്കാർ മാവെന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ, ഇത് നമ്മുടെ ഗവൺമെൻറ് സ്ഥലത്ത് നിന്നിരുന്ന ഒരു മാങ്ങയത് കൊണ്ടാണ് സർക്കാർ മാവ് എന്ന് വിളിക്കാനുള്ള കാരണം. പക്ഷേ അതുമാത്രമല്ല ഇതിലത്തെ സംഭവം. ഈ ഗവൺമെൻറ് സ്ഥലത്ത് അന്ന് ഈ റോഡ് ഞങ്ങളുടെ ആ റോട്ടിൽ 4-5 മാവ് വേറെ ഒക്കെ ഉണ്ട്. അതിനാരും സർക്കാർ മാവെന്ന് വിളിച്ചിരുന്നില്ല. ഇതിനെ മാത്രമാണ് സർക്കാർ മാവെന്ന് വിളിക്കുക ഉണ്ടായത്. അപ്പോൾ അത് ഇതിൻ്റെ രുചി കൊണ്ടുമാണ്. അങ്ങനെ ഇതിന് മാത്രമാണ് ആ സർക്കാർ എന്ന പേര് ഇവിടുത്തെ ജനങ്ങൾ എന്താ പറയുക അതിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ എന്താ പറഞ്ഞു തന്നെ, അങ്ങനെ ഈ ആ ഫസ്റ്റ് വർഷത്തെ മാമ്പഴം എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല. അത് മൂക്കുന്നതിന് മുമ്പേ വാടി വീണ് പോയി. പിന്നെ അടുത്ത കൊല്ലം അത് വീണ്ടും നിറയെ മാങ്ങയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം സർക്കാരാണെന്ന് മനസ്സിലായി. അതിൻ്റെ കന്നിമാങ്ങ വീഴുമ്പോൾ മണത്ത് നോക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു മണം ഉണ്ടല്ലോ, ആ മണം നമ്മളെ ശരിക്കും മതിപ്പിക്കാൻ തുടങ്ങി. വീട്ടുകാർ അതിനെ കറിക്ക് വേണ്ടി ഇപ്പോൾ പറിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. അതവിടെ നിൽക്കട്ടെ, കൊലയായിട്ട് നിൽക്കട്ടെ, പഴുത്ത് വീഴുമ്പോൾ എടുക്കാം. ആദ്യമൊക്കെ പഴുത്ത് വീഴുന്ന മുഴുവൻ വവ്വാലും ഒന്ന് കൊണ്ടുപോയി. പക്ഷെ എന്നിരുന്നാലും ഒന്നും കറിക്ക് വേണ്ടിയൊന്നും പറിച്ചില്ല. ബാക്കിയുള്ളതിനെ പതുക്കെ കൂടുതൽ പഴുത്ത് തുടങ്ങിയപ്പോൾ അതിനെ തന്നെ വീഴാൻ തുടങ്ങി. തന്നെ വീണ് കിട്ടണം, എന്നാലാണ് ഇതിൻ്റെ ആ സ്വാദ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരു മാമ്പഴം. പിന്നെ 2019 നമ്മൾ ഒരു നാടൻ മാവുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതിന് പ്രചോദനമായത് നമ്മളുടെ ഫേസ്ബുക്കിലത്തെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ പഴച്ചെടികൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് കണ്ടിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടൊരു ഗ്രൂപ്പുണ്ട്. പഴച്ചെടികളുണ്ട്, എല്ലാ വക മരങ്ങൾക്കും ആ ചർച്ച നടക്കുന്നു. നോക്കുമ്പോൾ മാവിൻ്റെ ചർച്ച മാത്രം വളരെ കുറവാണ്. വളരെ കുറച്ച് ചർച്ചകൾ, മാവിനും ആരും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മരത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വേണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ആ സമയത്ത് വരികയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാൽ എന്താ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് നാടൻ മാവുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ പലരും ചോദിച്ചു, എന്താണ് നീ നാടൻ മാവ് നാട്ടുമാവുകൾ എന്നിടാണ്ട് എന്തുകൊണ്ട് നാടൻ മാവ് എന്നിട്ട്? ഈ നാടൻ മാവുകളൊരു വിഭാഗം മാത്രമാണ് ഈ നാട്ടുമാവ് എന്ന് പറയുന്നത്. അതായത് നാട്ടുമാവ് എന്ന് പറയുന്നത് കൊല കുത്തി ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാങ്ങളില്ലേ, അതിനാണ് നാട്ടുമാവ് എന്ന് പറയുക. നാടൻ മാവ് എന്ന് പറഞ്ഞാൽ ഒക്കെ പെടും, നാട്ടുമാവും പെടും. ഈ നമ്മുടെ വിത്ത് മുളച്ചുണ്ടാകുന്ന ഏത് മാവിനും നമുക്ക് നാടൻ മാവ്, നമ്മുടെ നാട്ടിലുണ്ടായ മാവിനൊക്കെ നമുക്ക് നാടൻ മാവ് എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ടാണ് നാടൻ മാവ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവാൻ കാരണം. അങ്ങനെ നാടൻ മാവുകൾ വന്നു. മാവ് വേട്ട തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതിൻ്റെ തൈകൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അതായത് കുളമ്പിൻ്റെ തൈകളാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കുളമ്പ് തൈ ഇവിടെ ഉണ്ടാകുമ്പോൾ അന്ന് കുളമ്പ് അധികം പ്രചരിച്ചിട്ടില്ല. 2019 വലിയ പ്രചാരമൊന്നും കുളമ്പിന് വന്നില്ല. ഇപ്പോഴാണ് ചടപടയെന്ന് പറഞ്ഞാൽ നിറച്ച് നേഴ്സറികളൊക്കെ വന്ന് ആയത്. ഒരു 6 വർഷം മുമ്പ് കുളമ്പ് ഇങ്ങനെ പ്രചരിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുളമ്പിൻ്റെ തൈകൾ ഞാൻ സീഡ്ലിങ് പോളിമറോണിക് ആയതുകൊണ്ട് കുളമ്പിൻ്റെ കുറേ തൈകൾ ഞാൻ എടുത്തിട്ട് കവറിലാക്കി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ കുളമ്പിൻ്റെ തൈകളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടയത്തുള്ള എരുമേലിയിലുള്ള ഒരു 2 ഫ്രണ്ട്സ് കൂട്ടുകാർ, നമ്മുടെ ഗ്രൂപ്പിലത്തെ കൂട്ടുകാർ, ഒന്ന് നമ്മുടെ ജെറോം എന്നുണ്ട ചേട്ടൻ്റെ പേരുന്നുണ്ട്, ജെർമി എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പം അദ്ദേഹം എന്നെ കാണണം, ഞങ്ങൾക്ക് ഏറ്റുമാനൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ എൻ്റെ വൈഫിൻ്റെ കുറച്ച് സാധനങ്ങൾ ഗൾഫിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ജെർമി എന്ന ചേട്ടനിക്ക് കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് തൈ കൊടുത്തു, വേറെ 2-3 പേർക്ക് തൈ അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ജെർമി പറഞ്ഞു, നീ ഇങ്ങനെ നല്ലൊരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നൊരു വാരികയിൽ, ആ വാരികയിൽ ഞാൻ ഇപ്പോൾ പറയില്ല, വാരികയിലുണ്ട്, നിന്നെക്കുറിച്ച് എഴുതിക്കട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എഴുതിക്കരുത്, കാരണം ഞാൻ അങ്ങനത്തെ സംഭവമായിട്ട് വളർന്നിട്ടേ ഇല്ല. വളരാനുള്ള സാഹചര്യം നൽകുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ വളർന്നു വരികയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല പറഞ്ഞു. ഇപ്പോൾ അതിനുള്ള സമയമേ ഇല്ല പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ച്, അങ്ങനെയാണെങ്കിൽ ഞാൻ വളരാനാണിത് എനിക്ക് ഒരു പ്രചോദനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വെച്ചോ, ഇത്രയും പ്രായമുള്ള ആളിങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ വെച്ചു അത് അക്സെപ്റ്റ് ചെയ്യും.
നീ നിൻ്റെ പഴയകാല ആ മാവ് സ്നേഹം ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ട് നീ അതൊന്ന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു കാര്യം നീ നോക്കിക്കോന്ന് പറഞ്ഞു. എൻ്റെ മനസ്സന്നെ പറയുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇവിടേക്ക് പോവാണ്, കൊല്ലങ്കോട് റൂട്ടിലേക്ക് പോവാണ്. കൊല്ലങ്കോട് ആലത്തൂർ റൂട്ട്. അവിടെ നിന്നാണ് എൻ്റെ മാവ് വേട്ട ആരംഭിക്കുന്നത്. അവിടെ മാവുകളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ മാവുകളുടെ ഒരു ലോകമാണ്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി കുറച്ച് മാവുകളെ കണ്ടെത്തി, അതിന് കുറച്ച് പേരുകളൊക്കെ ഇട്ടു. പക്ഷേ എനിക്കതൊന്നും അനശ്വര എന്നൊരു മാങ്ങാൻ്റെ പേരിട്ടു, പൊന്നൂസ് എന്നിട്ട് മാങ്ങയുടെ പേരിട്ടു. അതൊന്നും എനിക്ക് പിന്നീട് വന്ന കാലഘട്ടത്തിൽ എനിക്ക് അതൊന്നും അത്ര നല്ല മാങ്ങകൾ തോന്നി. നല്ല മാങ്ങകൾ തന്നെ, മോശം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. അത് മോശം എന്ന് പറഞ്ഞ മാങ്ങകളല്ല. എന്നിരുന്നാലും പിന്നീട് കാലഘട്ടത്തിൽ അതൊക്കെ മാറ്റണം, ആ പൈരൊക്കെ വേറെ മാങ്ങകൾക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. ആ മാവിനൊക്കെ സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും രസകരമായൊരു മാങ്ങ വന്ന് തൃശ്ശൂർക്കാരനാണ്. അതിന് ഒരു ചിന്ത വരാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാടിന് വേണ്ടി, എൻ്റെ ജനിച്ച ജില്ലയ്ക്ക് വേണ്ടിയിട്ട്, അതായത് തിരുവനന്തപുരത്തിന് കോട്ടൂർക്കോണുണ്ട്, കോഴിക്കോടിന് ഉള്ളൂരിനും ചേലനുണ്ട്, കണ്ണൂർ ജില്ലയ്ക്ക് എന്താ പറയുക കുറ്റ്യാട്ടൂരുണ്ട്, പാലക്കാടിന് മൂവാണ്ടൻ എന്ന് പറഞ്ഞ മാവുണ്ട്, തൃശ്ശൂർ മൂവാണ്ടനുണ്ട്, മൂവാണ്ടൻ എന്ന മാവുണ്ട്, എറണാകുളത്തിന് കല്ലുകെട്ടുണ്ട്. അപ്പോൾ നല്ല പേരുള്ള ഒരു മാമ്പഴം തൃശ്ശൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു ചിന്ത എനിക്ക് വരികയാണ്. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞ പേരുള്ളൊരു മാമ്പഴം വേണം എന്നുള്ള ചിന്ത, തൃശ്ശൂരിൻ്റെ പേരിലൊരു മാമ്പഴം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ, എനിക്ക് ഈ പേരെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ തൃശ്ശൂരിന് വേണ്ടി ഒരു മാമ്പഴം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ എന്നുള്ള ആ മാമ്പഴം എന്ത് പേര് നൽകാൻ വേണ്ടി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു ചേട്ടൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ആളുടെ പേര് മറന്നുപോയല്ലോ. ആ ചേട്ടൻ തന്നെ കമൻറ്റ് ചെയ്യട്ടെ. ആ ചേട്ടൻ മാത്രം തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് വന്നു. അപ്പോൾ ഞാൻ നമ്മൾ വിചാരിച്ച മാവിൻ്റെ പേര് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതന്നെ ഇടുക. അങ്ങനെ ഒരു മാവ് ഞാൻ കണ്ടെത്തി, ഒരു റോസ് കളറിൽ നിൽക്കുന്നൊരു മാങ്ങ. അപ്പോൾ ഇത് കണ്ടെത്തി രസം കേൾക്കണം. ഇത് കണ്ടെത്തിയിട്ടുള്ളൂ, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഞാൻ ആ മാവ് നിൽക്കുന്ന ഒരു തൃശ്ശൂരത്തെ ഷോപ്പിൻ്റെ മുമ്പിലാണ് മാവ് നിൽക്കുന്നത്. അപ്പോൾ ആ മാവ് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ മാങ്ങ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇത് ഭയങ്കര സ്വാദാണ്, ഇതിന് പ്രത്യേക ഒരു സ്വാദാണ്, എന്താ പറയുക, അത്ര നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ റെജി ഡോക്ടർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ റെജി ഡോക്ടർ നമ്മുടെ കൂടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരത്തെ ഒരു ഫേമസ് ഡോക്ടറാണ് റെജി ഡോക്ടർ. അപ്പോൾ ആള് ഒരു ദിവസം ആ വഴിക്ക് പോയപ്പോൾ ഈ മാവ് ഞാൻ ആളത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മാവ് അവിടെ ഉണ്ട്, അതിൻ്റെ മാങ്ങ നമുക്ക് കിട്ടിയില്ല, അങ്ങനെ തൃശ്ശൂർക്കാരെന്ന് പേരിടാന്ന് പറഞ്ഞു. മാങ്ങ കിട്ടണ പേര് കിട്ടും, എന്താ പറയുക, ഈ സംഭവത്തിനെ ഫോട്ടോ ഒക്കെ പോയി എടുത്തു. നല്ലൊരു ക്യാമറ മേടിച്ചതിൻ്റെ ഇടയിൽ വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഒരു ക്യാമറകളെ കാശ് അയച്ചു ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമറ ഞാൻ എടുത്തു. ക്യാമറ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് റെജി ഡോക്ടർക്ക് ഒരു മാമ്പഴം കിട്ടി എൻ്റെ പഴുത്തിട്ട്. അപ്പോൾ റെജി ഡോക്ടർ എൻ്റെ അടുത്ത് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, സകിലെ ഇന്ന മാതിരിക്ക് മാമ്പഴം കിട്ടിയിട്ടുണ്ട്, സകിൽ അത് കഴിച്ചിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം സ്വാദുണ്ട്, അത്യാവശ്യമല്ല നല്ല സ്വാദുണ്ട് സകില്. അത് നമുക്ക് ആ തൃശ്ശൂർക്കാരൻ്റെ പേര് യോജിച്ച് തന്നെയാണ്, അത് നമുക്ക് അതന്നെ പേര് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ കഴിച്ചല്ലോ, മനസ്സ് സന്തോഷമായി. അത് കഴിഞ്ഞ് ഈ തൃശ്ശൂർക്കാരൻ്റെ ഓണർക്ക് നല്ല വ്യക്തിയാണ് കേട്ടോ, അടിപൊളി വ്യക്തിയാണ്, നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഓണർക്ക് ഒരു പിടിവാശിയുണ്ട്, ഒരിക്കലും മാങ്ങ പറിക്കില്ല, ആ മരത്തിൽ നിന്ന് മാങ്ങ പറിച്ച് പഠിപ്പിച്ച് കഴിക്കില്ല. ആളത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ മാമ്പഴം നിലത്ത് വീഴുന്നത് മനുഷ്യർക്കും മുകളിൽ നിന്ന് പഴുത്തിട്ട് ഉള്ളത് കിളികൾക്കും എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അങ്ങനെയാണ് ആളുടെ. അപ്പോൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, നല്ലൊരു ചിന്താഗതിയാണ്. അത് കാരണം കൊണ്ട് ആ മാവ് കണ്ടമാനം പ്രചരിച്ചിട്ടുണ്ട്. ആൾ പറിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മാങ്ങേണ്ടി പോലും കിട്ടില്ല, അത്രയും ടേസ്റ്റ് മാങ്ങയാണ് പലർക്കും വിതരണം ചെയ്ത് പോകുന്നത്. പക്ഷേ നമ്മളതിൻ്റെ മാങ്ങേണ്ടി എടുത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ച് കണ്ടമാനം തേയിലുണ്ടാക്കിയിട്ട് പലർക്കും കൊടുത്തിട്ടുണ്ട്. പോളിമറോണിക്ക് അറിഞ്ഞ സാധനം. അങ്ങനെ ഒരു ദിവസം ഞാനും നമ്മുടെ ഗിരീഷ് ചേട്ടനും കൂടിയിട്ട് അന്ന് ചെറിയ ചെറിയ വേട്ടകളൊക്കെ തുടങ്ങി, ആൾക്കാരൊക്കെ വന്ന് എൻ്റെ കൂടെയൊക്കെ വേട്ടയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഗിരീഷ് ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ദിവസം കൊല്ലങ്കോട് റൂട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഗിരീഷ് ചേട്ടനും ഞാനും കൂടിയിട്ട് ഒരു രണ്ടാമത്തെ ട്രിപ്പ് കൊല്ലങ്കോട്ടേക്ക് തിരിക്കുകയാണ്.
അങ്ങനെ അന്ന് ആ ട്രിപ്പിൽ എന്തെങ്കിലും മാങ്ങ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ മോണയംബ്രോണിക്കിൻ്റെ അടുത്ത് മാനസികമായിട്ട് അടുപ്പില്ല. പോളി മാത്രമാണ് തപ്പുണ്ട്. മോണ കിട്ടിയാൽ നമ്മൾ പേരിടലൊന്നും ചെയ്യില്ല, അവിടെ മാറ്റി വയ്ക്കും. പക്ഷേ ഗിരീഷേട്ടനായിട്ട് അന്ന് കുറച്ച് മാങ്ങളൊക്കെ നമ്മൾ കണ്ട് നോക്കി വെച്ച് വന്ന് പോന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പോകുമ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ ചോട്ടിൽ പോയിട്ട് ഞാൻ കാപ്പി അവിടെ നിന്ന് കുടിച്ച് പോയത്. അവിടെ ഒരു ഹോട്ടലാണ്. അതിൻ്റെ അടിയിലത്തെ ഹോട്ടലിൽ നമ്മൾ അവിടെ നിന്ന് ചായയും മസാല ദോശ കഴിച്ചിട്ട് പോയത്. അങ്ങനെ പോണ സമയത്ത് അവിടെ ഒരു മാങ്ങ റോട്ടിലേക്ക് ഇങ്ങനെ വളരെ താഴ്ത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറക്കട്ടെ ചോദിച്ചപ്പോൾ ഹോട്ടലുകാർ സമ്മതിച്ചില്ല. അത് പറക്കരുത്, ആർക്കാ വീട് കിട്ടാൻ എടുത്തോ, ഒരു പ്രശ്നമില്ല പറഞ്ഞു. അന്ന് ഏകദേശം നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു. അധികം കടകളൊന്നും ഓപ്പൺ അല്ലാത്തൊരു സമയം. കോവിഡ് കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ആ ഹോട്ടൽ ഉച്ച നമ്മൾ അടച്ചിരിക്കുന്നത്. ഈ മാങ്ങ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് നോക്കിയിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് അത്ര താഴ്ത്ത് നിൽക്കുന്നത് ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ ഇട്ടു. ഇട്ടപ്പോൾ അത് ഫസ്റ്റ് തോണ്ടൽ തന്നെ കിട്ടി. ആ മാങ്ങ നിലത്ത് വീണു. ആ ഇങ്ങനെ ഗിരീഷേട്ടൻ നിലത്ത് വേണ്ടി പിടിച്ചിട്ട് ഗിരീഷേട്ടനെ മുറിച്ചു. ഗിരീഷേട്ടനൊക്കെ നല്ല അത്തിലും മുറിച്ച് അതിന് മണത്ത് നോക്കുമ്പോൾ പുറത്തേക്ക് അധികം മണങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഞെട്ടി മുറിച്ച വഴിക്ക് ആ പ്രദേശം മുഴുവൻ എൻ്റെ മണമായി. അത്രയും സ്മെല്ലാണ് വരുന്നത്, അത്രയും സുഗന്ധമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് തൃശ്ശൂർ കണ്ടിരുന്ന ഒരു സുന്ദരി മാവിൻ്റെ ഏകദേശം ഒരു മണം, പ്രിയൂരിൻ്റെ മണം, ഒരു മിക്സായിട്ട് മണമാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്. അങ്ങനെ അന്ന് തൃശ്ശൂർക്കാരൻ മുറിച്ചിട്ട് കഴിക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. അതീവ സ്വാദുള്ളൊരു മാമ്പഴം. നമ്മുടെ നാടൻ മാവിൻ്റെ തൃശ്ശൂർക്കാരൻ അന്ന് സക്സസ് ആയി എന്നുള്ള ഒരു ഭയങ്കര സന്തോഷം. കാരണം റിവ്യൂ കിട്ടാണ്ട് നല്ല മാമ്പഴമാവുമെന്ന് പ്രതീക്ഷിച്ച് പേരിട്ടൊരു മാമ്പഴമാണ്. ഇനി അങ്ങനെ ചതി ചെയ്യാൻ തന്നെ പറ്റൂല. മനസ്സിലായി? അന്നത്തെ കാലത്ത് ചെയ്തൊരു വിഡിത്തം കൂടിയെന്ന് പറയും. പക്ഷേ ആ വിഡിത്തം എന്തുകൊണ്ടോ പ്രകൃതി നമ്മുടെ കൂടെ നിന്നും ആ മാമ്പഴം അതീവ സ്വാദുള്ളൊരു മാമ്പഴമായിട്ട് മാറുകയാണ്. ഇതാണ് നമ്മളുടെ മാമ്പഴവേട്ടകളുടെ കഥകളുടെ ആദ്യ ഭാഗം. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് വീണ്ടും പറയാം, ഈ കഥകൾ പറയാം. ഞാൻ കണ്ടെത്തിയ മാങ്ങകളെ എങ്ങനെയൊക്കെ ഞാൻ കണ്ടെത്തി എന്നുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ സർക്കാരും തൃശ്ശൂർക്കാരനും പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ പറഞ്ഞാൽ ആൾക്കാർക്ക് ബോറാവും. അപ്പോൾ രണ്ട് മാങ്ങകൾ വെച്ച് നമുക്ക് തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആവശ്യമുണ്ടെങ്കിൽ ഈ കഥകൾ കേൾക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും ഈ കമൻറ്റ് താഴെ കൊടുക്കണം. അപ്പോൾ ബൈ.